ഇതെൻ്റെ ചതുരപ്പയറാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ള പയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുഞ്ഞ് കൃഷി ചെയ്തതാണ് നമ്മുടെ ചതുരപ്പയറും കൂടിയേ. അതായത് നമ്മൾ ഇറച്ചിപ്പയർ, അതുപോലെ മാംസ്യപ്പയർ എന്നൊക്കെ ചില നാടുകളിലൊക്കെ ഇതിന് പറയാറുണ്ട്. ഞങ്ങളിതിന് ചതുരപ്പയർ എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഇറച്ചിയും മീനും ഒന്നും കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പയർ തോരൻ വെച്ചിട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും മാംസ്യവും ഒക്കെ അടങ്ങിയതാണ് ഈ ഒരു പയർ. അപ്പം നമ്മളിത് എന്തായാലും കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര വല്ല പിടിക്കില്ല. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ ടേസ്റ്റ് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് വെച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കീടബാധയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ ഒരു പയറിന്. മറ്റുള്ള പയർ കെയറിങ് ചെയ്യുന്ന പോലെ വലിയ കെയറിങ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ വളങ്ങളൊക്കെ ആണെങ്കിലും വലിയ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. പിന്നെ ഇലയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ വെച്ച് കൂട്ടാം കേട്ടോ. ഇനിയിപ്പോൾ പയർ കുറവാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷമവും ഇല്ല. ഇതിൻ്റെ ഇല തുള്ളി എടുത്തിട്ട് നമുക്ക് തോരൻ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഇലയിലാണെങ്കിലും വൈറ്റമിനൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഞാൻ വലിയ പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തേക്കുന്നത്. എന്നാന്ന് വെച്ചാൽ പന്തലൊക്കെ ഇടാനാണ് അതിന് തൂണും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഇത്തിരിയൊക്കെ ഇതുപോലെ നട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ചീമക്കൊന്നയുടെ കമ്പുണ്ടല്ലോ, അതിന് ഇത്തിരി കവരമൊക്കെയുള്ള കമ്പ് ഇങ്ങനെ നാട്ടി കൊടുത്ത് അതുവഴി ഇങ്ങനെ കുറ്റിയായിട്ട് പടർന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നട്ടുകൊടുത്താണ്. അപ്പം ഒരുപാട് പൂവും കായും ഒക്കെ ഉണ്ടായി. അത് വിളവെടുത്തതുമാണ്. നല്ല വലിപ്പമുള്ള പയറുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചീമക്കൊന്നയുടെ കമ്പ് എന്താ കുത്തി കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴാണെങ്കിലും ഇത് കിളുക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് നട്ടുകൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഒരു കമ്പ് മാത്രം അവിടെ വെക്കുവേ. ബാക്കിയെല്ലാം കിളുക്കുന്നതിനനുസരിച്ച് ചുവട് മുതൽ ഞാൻ നുള്ളിക്കളയുവേ. എന്നിട്ട് ഈ ഒരു കമ്പ് മാത്രം വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചുവട് മുതലേ കിളുത്ത് വരുമ്പോൾ നമ്മുടെ പയറിന് അതൊരു ശല്യമായി മാറും. അതുകൊണ്ട് ചുവട്ടിൽ നിന്ന് കിളുക്കുന്നതൊക്കെ നുള്ളിക്കളയും. മുകളിലുള്ള ഒരു കമ്പ് മാത്രം വെക്കും. അപ്പോൾ നമ്മുടെ പയർ അതിന് മുകളിൽ ചുറ്റി പടർന്ന് കായ്ക്കുകയും ചെയ്യും. നമുക്ക് പന്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ആയിട്ട് ഞാൻ എന്താണ് ചെറിയ തോതിൽ നമുക്ക് ആവശ്യമുള്ളതും അതായത് നമുക്ക് ഇഷ്ടമുള്ളതും ഒക്കെ ആയി എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷിയും രീതികളും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. വലിയ പന്തലും കാര്യങ്ങളൊന്നും ഇടാതെ ചെറിയ തോതിലൊക്കെ. അതുപോലെ വളമൊക്കെ ആണെങ്കിലും ഞാൻ നമ്മുടെ വിത്ത് നേരിട്ട് മണ്ണിൽ നട്ടു കൊടുത്തു. അതുപോലെ ഗ്രോ ബാഗിലാണെങ്കിലും നേരിട്ട് നട്ടു കൊടുത്തു. പാകി കിളിപ്പിച്ചൊന്നുമല്ല. പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നട്ടു കൊടുത്തത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ജൈവ സ്ലറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. മറ്റേതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ മറ്റ് വലിയ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും മറ്റ് പയറിന് പോലെ വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. സൂപ്പറായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള എല്ലാ ടൈപ്പ് പയറും അതുപോലെ പച്ചക്കറികളിൽ എല്ലാ ടൈപ്പും ഓരോന്നും ഇരുന്നൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോഴും ഇനി കഴിച്ചില്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ഒക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.